നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ ദുരൂഹതയെന്ന് വെളിപ്പെടുത്തി റൂറൽ SP KE ബൈജു നടത്തിയത് നാടകമോ? മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് ED സമൻസ് എന്ന ബിഗ് ന്യൂസ് ശനിയാഴ്ച രാവിലെ മലയാള മനോരമ പുറത്തുവിടുമെന്ന് മനസ്സിലാക്കിയാണ് വെള്ളിയാഴ്ച രാത്രി കോൺഗ്രസിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ച് മൂക്കിലൂടെ രക്തം വരുത്തിയത്. വാർത്ത തിരിച്ചുവിടുകയായിരുന്നു ലക്ഷ്യം. KE ബൈജുവിന്റെ പുതിയ കുറ്റസമ്മതവും മുഖ്യമന്ത്രിയുടെ മകന്റെ ഫോളോ അപ്പ് വാർത്തകളുടെ മുനയൊടിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. സംഭവത്തിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന സംശയമുണ്ടെന്നാണ് KE ബൈജു പറഞ്ഞത്. ഇവരെ കണ്ടെത്താൻ വിശദ അന്വേഷണം നടക്കുകയാണ് എന്നും SP അറിയിച്ചു. UDF പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് MPക്കെതിരെ അതിക്രമം ഉണ്ടായത്. MPയെ പിന്നിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചു എന്നാണ് ആരോപണം. ഈ ആക്രമണത്തിൽ ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഘർഷം നിയന്ത്രിക്കുന്നതിനായി കണ്ണീർ വാതക പ്രയോഗം മാത്രമാണ് ഉണ്ടായതെന്നും ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്നുമാണ് SP ബൈജുവിന്റെ ഔദ്യോഗിക വാദം. എന്നാൽ MPയെ പിന്നിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചു എന്ന SPയുടെ തന്നെ പരാമർശം ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന വാദത്തിന് വിരുദ്ധമായിട്ടുണ്ട്. മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദത്തെ പൊളിച്ചെഴുതുന്നതാണ്. പോലീസ് ലാത്തി ഉപയോഗിച്ച് MPയെ അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് മനഃപൂർവ്വം നടത്തിയ മർദ്ദനമാണെന്ന വാർത്തകൾ വെള്ളിയാഴ്ച തന്നെ പോലീസിൽ ശക്തമായിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർ SP ബൈജുവിനെ നിർത്തിപ്പൊരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ KE ബൈജു മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വിശ്വസ്തനാണ്. CPM പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. CPMന്റെ ഭരണകാലത്താണ് അദ്ദേഹത്തിന് IPS കൺഫേം ചെയ്തത്. ഇതിനു മുൻപ് ബൈജു വിജിലൻസിൽ ജോലി ചെയ്ത കാലത്താണ് പിണറായിക്ക് വേണ്ടപ്പെട്ട പലരും വിജിലൻസിൽ വലയിൽ നിന്ന് ഊരിപ്പോയതും. ഷാഫിയെ അടിക്കാൻ നിർദ്ദേശം നൽകിയത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ശനിയാഴ്ച മലയാള മനോരമ പുറത്തുവിട്ട സ്കൂപ്പ് കത്തിക്കയറുമെന്ന് CPMന് ഉറപ്പായിരുന്നു. പിണറായിയുടെ മകനെതിരായ വാർത്ത കത്തുമെന്ന് മനസ്സിലാക്കിയ ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണർന്നു. പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ KE ബൈജുവിന് ബുദ്ധിമുട്ടാകും. അതാണ് അദ്ദേഹം സ്വയം പ്രതിരോധം തീർത്തത്. അടിച്ച പോലീസുകാരനെ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത ശേഷം രക്ഷപ്പെടാനാണ് ബൈജു ശ്രമിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനായ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിന്റെ രേഖകൾ പുറത്തുവന്നത് ദുരൂഹമാണ്. 2018 ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കൈക്കൂലി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് വിവേക് കിരണിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു നോട്ടീസ്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് തിരുവനന്തപുരം എന്ന മുഖ്യമന്ത്രിയുടെ വസതിയുടെ മേൽവിലാസത്തിലാണ് സമൻസ് അയച്ചതും. സമൻസ് ലഭിച്ചിട്ടും വിവേക് കിരൺ ഹാജരായിട്ടില്ല. സാധാരണഗതിയിൽ ED വീണ്ടും സമൻസ് അയച്ച് തുടർ നടപടികൾ സ്വീകരിക്കാറുണ്ടെങ്കിലും ഈ കേസിൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെയും പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവയടക്കം ഹാജരാക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയും സമൻസിനൊപ്പമുണ്ട്. വിവേക് കിരണിന് സമൻസ് അയച്ച അന്നേ ദിവസം തന്നെ ഇതേ കേസിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്യലിനൊടുവിൽ ED അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. 2 വർഷത്തിലേറെയായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ രേഖകൾ മലയാള മനോരമയാണ് പുറത്തുവിട്ടത്. ശിവശങ്കറിനൊപ്പം ചോദ്യം ചെയ്യാനായി വിളിച്ച വിവേക് കിരണിനെ പിന്നീട് എന്തുകൊണ്ട് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി, തുടർ നടപടികൾ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നതിനെ കുറിച്ച് ആശയ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ കേസിന്റെ വിചാരണ നടപടികൾ എറണാകുളത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ പുരോഗമിക്കുകയാണ്. 2018 പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്ന കേസാണ് ED അന്വേഷിച്ചത്. പദ്ധതിക്ക് UAEയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് UAE കോൺസുലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് പണം കൈമാറിയിരുന്നു. പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭ്യമാക്കിയതിനുള്ള കൈക്കൂലിയായി യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഈപ്പൻ കൗൺസിലേറ്റിൽ ഉദ്യോഗസ്ഥർക്കും M ശിവശങ്കറിനുമായി 40 കോടി രൂപ നൽകിയെന്ന് ED കണ്ടെത്തി. ശിവശങ്കർ, സന്തോഷ് ഈപ്പൻ എന്നിവർക്ക് പുറമെ സ്വപ്ന സുരേഷ, PS സരിത്ത, സന്ദീപ് നായർ തുടങ്ങിയവർക്കും ക്രമക്കേടിൽ പങ്കുള്ളതായി ED കണ്ടെത്തി. നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിനൊപ്പമാണ് ലൈഫ് മിഷനിലെ ക്രമക്കേടും ED അന്വേഷിച്ചത്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റ വിചാരണ കോടതിയുടെ പരിഗണനയിലാണ് കേസ്. എന്നാൽ ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ED നിലവിൽ സമർപ്പിച്ചത് പ്രാഥമിക കുറ്റപത്രം മാത്രമാണെന്നും കൈക്കൂലി പണത്തിന്റെ ഉറവിടത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ED വ്യക്തമാക്കിയിരുന്നു.
ശിവശങ്കർ ലൈഫ് മിഷൻ അനധികൃത സമ്പത്തുണ്ടാക്കിയെന്ന കണക്കുകൂട്ടലിലാണ് ഇഡി ശിവശങ്കറെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയത്. ഇതിലാണ് വിവേകം ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടിയിരുന്നത്. ലൈഫ് മിഷൻ കേസിൽ നിന്നും കോടികളാണ് ശിവശങ്കറിന് ലഭിച്ചതെന്നാണ് ഇഡി മനസ്സിലാക്കുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളിൽ നിന്നും ഇഡി മൊഴി ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം ശിവശങ്കർ അനധികൃത സമ്പാദ്യം ഉണ്ടാക്കിയെന്ന് ഇഡി മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അനധികൃത സമ്പാദ്യം ശിവശങ്കർ സ്വന്തമായി ഉണ്ടാക്കിയതാണോ? ഇതിലാണ് കേന്ദ്ര ഏജൻസികൾക്ക് സംശയം. ഇതിലെ സത്യം ശിവശങ്കർ പറഞ്ഞാൽ മുഖ്യമന്ത്രി അകത്താകും. മുഖ്യമന്ത്രിയുടെ മകന് എതിരെയും ഇഡിക്ക് മൊഴി ലഭിച്ചിരുന്നു. ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രി കുരുക്കുമുറുകിയതാണ് ശിവശങ്കറിനെതിരെ സ്വപ്ന ഇഡിക്ക് മൊഴി കൊടുത്തത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ശിവശങ്കർ കൈപ്പറ്റിയ കോഴ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ളതാണ് എന്ന സ്വപ്ന CBIക്ക് മൊഴി നൽകിയത് ഇവിടത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും കാണാപ്പാടമായ കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വാങ്ങിയ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നാണ് സ്വപ്ന പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് സ്വപ്നയിൽ നിന്നും ശിവശങ്കർ വാങ്ങിയത്. ഇതെല്ലാം ശിവശങ്കറിന് വേണ്ടിയാണ് എന്ന് സ്വപ്ന കരുതുന്നില്ല. സർക്കാരിൽ ചിലർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവശങ്കർ പണം വാങ്ങിയത് എന്നാണ് സ്വപ്ന പറഞ്ഞു വെക്കുന്നത്. ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. സർക്കാരിൽ ആർക്ക് വേണ്ടിയാണ് എന്ന് സ്വപ്ന ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ പറയുകയുമില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ പിന്നാലെ ലൈഫ് മിഷൻ കോഴക്കേസിലും സ്വപ്ന സുരേഷിനെയും സുഹൃത്തുക്കളെയും പ്രതിയാക്കുകയായിരുന്നു. കമ്മീഷൻ തുക നൽകിയെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. സ്വപ്നയെ CBI ജയിലിൽ ചോദ്യം ചെയ്തിരുന്നു. സ്വപ്ന നിർദ്ദേശിച്ച CPM സന്ദീപിന്റെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം അയച്ചതായി സന്തോഷ് ഈപ്പനും CBIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് ശിവശങ്കറിനുള്ള പണമാണെന്ന് സ്വപ്ന പറയുകയും ചെയ്തിട്ടുണ്ട്. കോഴ വാങ്ങിയ പ്രമാണിയുടെ പേര് പറഞ്ഞാൽ ശിവശങ്കറിന് ഊരാവുന്നതേയുള്ളൂ. എന്നാൽ ശിവശങ്കർ അതിന് തയ്യാറായില്ല. ഇപ്പോൾ ശിവശങ്കർ പറയുന്നത് ആരും കേൾക്കണമെന്നുമില്ല. അതായത് ശിവശങ്കർ അകത്ത് കിടന്നു. യഥാർത്ഥ പ്രതികൾ പുറത്ത് വിരാജിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലൈഫ് മിഷൻ കേസ് ശിവശങ്കറിൽ ഒതുങ്ങും. അങ്ങനെയാണ് വിവേക് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ വിവേക് ചിത്രത്തിലെത്തിയത് ശിവശങ്കറിന്റെ ശാപം കൊണ്ടാവണമെന്ന് വ്യക്തം. വിവേകിനെ രക്ഷിക്കണമെന്ന് മാത്രമാണ് CPMകാരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. അവർക്ക് വാർത്തകളിൽ നിന്നും വിവേകിനെ രക്ഷിക്കണം. ശബരിമല സ്വർണ്ണമോഷണം തുടർന്നാണ് മകനും അപകടത്തിലായത്. മകൾ ബുദ്ധിമുട്ടിലായതുപോലെ മകന് ബുദ്ധിമുട്ടായത് മുഖ്യമന്ത്രിക്ക് സഹിച്ചില്ല. മുഖ്യമന്ത്രിയുടെ വേദന മനസ്സിലാക്കിയാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ വാർത്തകളുടെ ദിശ മാറ്റുന്നതിന് സ്വയം സന്നദ്ധരായി എത്തിയത്.